വെള്ളമൊന്നും ഒഴിക്കാതെ ആവിയിലൊരു ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷേ വിശ്വസിച്ചേ പറ്റുള്ളൂ. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. വെള്ളം തിളപ്പിക്കുകയോ വെള്ളം ഒഴിക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള ഉപ്പുമാവ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ രുചികരമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഇത് റവയുടെ ഉപ്പുമാവല്ല കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ പുട്ടുപൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇത് ആവശ്യത്തിനുള്ള പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കണ്ടില്ലേ, നല്ല തരിയോട് കൂടിയിട്ടുള്ള പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര എമൗണ്ട് വേണോ അത്ര ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അടുത്തതായിട്ട് അതിലേക്ക് വേണ്ടത് ഉപ്പ് പൊടിയാണ് കേട്ടോ. ആ ഒരു ഉപ്പുമാവിലേക്ക് വേണ്ട ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഉപ്പും കൂടി ചേർത്തിട്ട് ആ പൊടി നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നല്ല വെള്ളമാണ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുക. നമ്മൾ പുട്ടുപൊടി എങ്ങനെയാണോ നനയ്ക്കുന്നത് അതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു വലിയ തരികളോട് കൂടിയ പൊടി ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരല്പം നേരം ഒന്ന് അടച്ച് മാറ്റി വെക്കാം കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഈ ഒരു ഉപ്പുമാവിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതുവരെ ഇതുണ്ടോ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ആവണം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറച്ചധികം നേരം ഇത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് അടുപ്പിൽ വെക്കാനായിട്ട് കുറച്ച് നേരം ഞാൻ മാറ്റി വെച്ചിരുന്നു. അടുപ്പിൽ വെക്കാനായിട്ട് ഞാൻ ഇഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത്. ഇഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ച് കൊടുത്തു, തീ കത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ തട്ടിലേക്ക് നമ്മൾ നന്നായിട്ട് ഉപ്പ് ചേർത്ത് ഇളക്കിയെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പുട്ടുപൊടി ഉണ്ടല്ലോ, ആ ഒരു പുട്ടിൻ്റെ ഭാഗം നനവ് കൂടരുത് കേട്ടോ. അപ്പോൾ ആ ഒരു പുട്ടിൻ്റെ ഭാഗത്തിന് നനച്ച് കുറച്ച് നേരം മാറ്റി വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പൊടി നമ്മൾ ഇഡലി ചെമ്പിൻ്റെ ആ ഒരു വലിയ തട്ടുണ്ടല്ലോ, ആ തട്ടിലേക്ക് ഒന്ന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂർണ്ണമായിട്ട് അത് തട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ ഒരു ഒരു 2-3-4 മിനിറ്റ്, 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് തന്നെ വേണ്ട, 4 മിനിറ്റോളം മതിയാവും. അത്രയും നേരം ഇതൊന്ന് ആവി കയറട്ടെ കേട്ടോ. അപ്പോൾ ഇതിങ്ങനത്തെ ആവിച്ചെമ്പ് ഇല്ലാത്തവരാണെങ്കിൽ, ഇപ്പോൾ എല്ലാവരുടെ അടുത്തും കാണും, ഇനി ഇതുപോലത്തെ ചെമ്പ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ പുട്ടുണ്ടാക്കുന്ന പുട്ടിൻ്റെ കുറ്റി ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് തേങ്ങ ഇടാതെ തന്നെ ഈ പൊടി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചേർത്താലും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടുപൊടി റെഡിയായി വന്നിട്ടുണ്ട്, ആവിയൊക്കെ കയറിയിട്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, ഒരല്പം ബീൻസ്, ക്യാരറ്റ്, പരിപ്പ്, ഉഴുന്ന്, പിന്നെ ഒരല്പം ഉണക്കമുളക്, കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നല്ല നല്ല ആരോഗ്യകരമായിട്ടുള്ളൊരു ഭക്ഷണമാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്താൽ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കുമ്പോൾ വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വെജീസും കൂടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ പുട്ടുപൊടിയൊക്കെ ആവി കയറി നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പൊടിക്ക് ആവശ്യത്തിനുള്ള ഒരു പാത്രം, അത് തയ്യാറാക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുക്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചപ്പോൾ തന്നെ കറിയിലിടുന്ന പരിപ്പുണ്ടല്ലോ, സാമ്പാർ പരിപ്പും 1/4 ടീസ്പൂണ്, അതുപോലെ 1/4 ടീസ്പൂണ് ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും കൊത്തി കുനുകുനാ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ ഇഞ്ചി ചേർത്ത് കൊടുത്തു. അപ്പോൾ ആ ഇഞ്ചീൻ്റെ കളറൊന്നും മാറി കരിഞ്ഞൊന്നും പോകരുത്. അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നപ്പോൾ നമ്മൾ ഒരു 2-3 കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറിയ ചുവന്നുള്ളി കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി എണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അത് നല്ലൊരു ടേസ്റ്റ് നമ്മളുടെ ഈ ഒരു ഉപ്പുമാവിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നെയ്യിലേക്ക് നമ്മൾ കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് കൊടുത്തു. അതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ എരിവ് കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം എരിവുള്ള മുളക് ആയതുകൊണ്ട് ഞാൻ 2 മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉപ്പുമാവിനൊന്നും ഒത്തിരി അങ്ങനെ ഒരുപാട് എരിവ് മുന്നിൽ നിൽക്കണ്ട, വളരെ ലൈറ്റായിട്ടൊരു എരിവ് മതി. അതുകൊണ്ടാണ് ഞാൻ 2 മാത്രം ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇത് ചേർക്കുന്നതൊന്നും തന്നെ ഒരുപാട് മുരിയരുത് കേട്ടോ. അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഈ ഒരു ടൈമിൽ ഞാൻ ഒരു 2 ബീൻസ് നന്നായി വൃത്തിയായിട്ട് വാഷ് ചെയ്ത് ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തതും ഒരു 3 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. നോക്കി എന്ത് കളർഫുള്ളാണല്ലേ കാണാൻ. ഈ കാണാൻ കളർഫുള്ളായ പോലെ തന്നെ കഴിക്കാനും വളരെ ഹെൽത്തിയാണ്, എന്നാൽ ഭയങ്കര രുചികരമാണ് കേട്ടോ. എപ്പോഴും നമ്മൾ പുട്ടുപൊടി ഉപയോഗിച്ചിട്ട്
പുട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ തന്നെ എന്താ പറയുക, കുട്ടികൾ എല്ലാവർക്കും നമുക്കൊരു വീണ്ടും എല്ലാവരും ഇങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നൂലേ. എന്നിരുന്നാൽ ഇങ്ങനെ ഒരു ഉപ്പുമാവൊക്കെ ആക്കി കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിലും വളരെ എളുപ്പമാണ്, വളരെ രുചികരമാണ്. തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു തരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി കറിവേപ്പിലയും നമ്മൾ കുഞ്ഞാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഉണ്ടായിരുന്നു, ആ ക്യാരറ്റും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഒത്തിരി മുരിയണ്ട, തീ കൂട്ടി വെക്കരുത്. വളരെ ചെറിയ തീയിലിട്ടിട്ട് എല്ലാ ഈ ഒരു ചേർത്ത് കൊടുത്തിരിക്കുന്ന ബീൻസും അതുപോലെ തന്നെ നമ്മളുടെ ഈ ക്യാരറ്റും എല്ലാം ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഇങ്ങനെയൊന്ന് ഇളക്കി ഒന്ന് നല്ല സോഫ്റ്റാക്കി എടുക്കുക കേട്ടോ. അത്രേ നമുക്ക് വേണ്ടുള്ളൂ. ഈ ഒരു വഴറ്റുന്ന സമയം മാത്രം മതി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പുട്ടുപൊടി കുതിർത്തി നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പോലെ തന്നെ നനച്ച് ആവി കയറ്റാൻ വെച്ചതിന് ശേഷം വേണം ഇത് വഴറ്റാൻ നിൽക്കാൻ. നമ്മളിതൊക്കെ വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ആവിയിൽ ആ ഒരു പൊടി തയ്യാറായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീയിൽ ഒരല്പം നേരം കൂടി ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാലോ, അപ്പോൾ ഒന്നും കൂടി ഒന്ന് വഴണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം നല്ല സോഫ്റ്റായിട്ട് പിന്നെ നല്ല ഒന്നുകൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ വേണ്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം, കാരണം ഇത് വഴറ്റുന്ന ഒരു സമയം മാത്രമേ വേണ്ടുള്ളൂ. ഓൾറെഡി നമ്മൾ പുട്ടുപൊടി ആവി കയറ്റിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിക്കൊന്നും വേണ്ട. ഉപ്പുമാവാണെങ്കിൽ നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കണം, വെള്ളം തിളയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ പുട്ടുപൊടി ആവി കയറ്റി നല്ല തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, നല്ല പിന്നെ കുറച്ചെടുത്താൽ മതി, അത് നനയുമ്പോൾ തന്നെ കുറേ ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ പുട്ടുപൊടി. അപ്പോൾ അതിനനുസരിച്ച് വളരെ ചെറിയ എമൗണ്ട്, ആൾ കുറവുള്ള വീട്ടിലൊക്കെ ചെറിയ എമൗണ്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ മൊത്തത്തിലുള്ള പുട്ടുപൊടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നല്ല റെഡിയായി വന്നിട്ടുള്ള ഈ ഉപ്പുമാവിൻ്റെ കൂട്ടിലേക്ക് ഇത് കണ്ടോ, ഈ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നമ്മൾ വഴറ്റിയെടുത്തതിൽ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പുട്ടുപൊടി നനച്ചപ്പോഴും അതിലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, രണ്ടിലും പാകത്തിനുള്ള ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാണുമ്പോൾ തന്നെ അറിയാലോ. അതുപോലെ തന്നെ ഈ ഒരു പുട്ടുപൊടിയിലേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെയും അതുപോലെ ആ നെയ്യിൻ്റെയൊക്കെ ഒരു രുചി ഇങ്ങ് വരുമ്പോൾ ആ എരിവും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല രുചികരമായിട്ടുള്ള, ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. നല്ല ചൂട് ചായേൻ്റെ കൂടെ ചൂടോടുകൂടി തന്നെ കഴിക്കാനാണ് രസം കേട്ടോ. എന്നാൽ കുഴഞ്ഞു പോവുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളി ഉപ്പുമാവാണ്, വളരെ വെറൈറ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര രുചികരമാണ്. ഇതുപോലെ തന്നെ വളരെ സോഫ്റ്റായിട്ട് എങ്ങനെയാണ് റവ ഉപ്പുമാവ് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഒത്തിരി പേര് കണ്ടിട്ടുള്ളൊരു വീഡിയോസാണ് എൻ്റെ ചാനലിൽ അതുണ്ട്. പിന്നെ റവയിൽ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ള അത് ഒത്തിരി പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു വീഡിയോസാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഒത്തിരി പേര് നമ്മളെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അവരോടൊക്കെ നിറഞ്ഞ സ്നേഹമാണ്, മനസ്സ് നിറഞ്ഞ സ്നേഹം. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാതെ, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഹൈപ്പ് ബട്ടന് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഹൈപ്പും കൂടി തരാനായിട്ട് മറന്നുപോലെ കേട്ടോ. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള ഈ ഒരു ഉപ്പുമാവ് ആവിയിൽ ഇത് വേവിച്ചെടുത്തപ്പോൾ സംഭവിച്ചത് ഭയങ്കര ഒരു മാറ്റമാണ് കേട്ടോ. രുചിയുടെ കാര്യത്തിലാണെങ്കിലും ഇതിൻ്റെ ഒരു ടെക്സ്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ ആവിയിൽ ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയെടുത്തപ്പോൾ സംഭവിച്ച ഈ ഒരു മാറ്റം, ഇതിൻ്റെ സോഫ്റ്റ്നെസ്, ഈ രുചി നിങ്ങളെല്ലാവരും അറിയണം, എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് കണ്ടോ, നല്ല ഈ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോൾ തന്നെ കാണാമല്ലോ, നോക്കിയേ എത്രത്തോളം സോഫ്റ്റാണെന്ന്. ഇത് കണ്ടോ, ഒന്നൊന്നായിട്ട് ഒട്ടിക്കിടക്കാതെ നല്ലോണം ഒന്നൊന്നായിട്ട് കിടക്കുന്ന നല്ല അടിപൊളി ഉപ്പുമാവാണ് കേട്ടോ. നല്ല നെയ്യിൻ്റെ മണം കൂടി ചേർന്നപ്പോൾ അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ വെറുതെ പറയുന്നതല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഒരുപാട് നന്നായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ രുചി എല്ലാവരും അറിയണം.
എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ ഒരുപാട് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ കൂടെ കൂട്ടുക. പിന്നെന്താ, സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്താലാണ് അത് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. താങ്ക്